യെസ്, ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്താ പറയുക, നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു വീക്കിലി തന്നിരിക്കുന്നത്. സോ നമ്മൾ മോർണിംഗിലെ മീൻസ് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമുക്ക് എന്തായിരുന്നു ഒരു സൈഡ് വേസ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ഒരു 52,000 നിയർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് താഴേക്ക് പോയി ഡേ ഹൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റി ആണെങ്കിൽ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല വോളറ്റൈൽ വീക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതായത് ഡൗണും അപ്പൊക്കെ ആയിട്ട് നല്ല മീൻസ് തേഴ്സ്ഡേ നല്ലൊരു അപ്സൈഡ് പോകുന്നു, മീൻസ് വെനസ്ഡേ ആണെങ്കിൽ അതിൻ്റെ ഡൗൺ എടുക്കുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ വീഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കോഡിലൊക്കെ ആയിട്ട് നമ്മളെല്ലാം മിക്കതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റും എടുക്കാൻ പറ്റിയൊരു വീക്കായിരുന്നു. എല്ലാവരും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നാൽ എല്ലാവർക്കും കാണാം. സോ അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് സെറ്റപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ദെൻ പിന്നെ വീഡിയോ കാണുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കാണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെയാണ്. നമുക്കിനി നമ്മുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മൾ വൺ ഡേ ടൈം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മളെന്താ ഓൾറെഡി നമ്മളെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ചെയ്യണ മാതിരി തന്നെ നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് പറഞ്ഞത്. നമുക്ക് സ്റ്റിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമുക്ക് നിഫ്റ്റിയിലും ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കിട്ടിയതായിട്ട് കാണാം. പിന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു, ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നമുക്ക് അവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സ്റ്റിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി കുറച്ചൊന്ന് മേളിലേക്ക് നോക്കിയെങ്കിലും ലാസ്റ്റ് എന്താ പറയുക, മീൻസ് ആ ഒരു സൈഡിൽ തന്നെ മീൻസ് അപ്പ് സൈഡിൽ കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തു. ആൻഡ് നിഫ്റ്റി ആണെങ്കിൽ എന്താ കംപ്ലീറ്റ് ആയിട്ട് ആ കുറച്ച് ലോ എടുത്തിട്ട് തന്നെയായിരുന്നു ഇന്ന് പോയിരുന്നത്. അതാണ് നമുക്കിന്ന് മൊത്തത്തിൽ കാണാൻ കഴിയുക. പിന്നെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ആയിട്ട്. നമുക്ക് അതിൻ്റെ ആ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിഫ്റ്റീനെ നമുക്കൊരു ഫോർവേഡ് ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചേക്കണതെന്ന് നോക്കാം. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഓൾ ടൈം ഹൈ ഇതായിരുന്നല്ലേ. ഇവിടുന്ന് ഓൾ ടൈം ഹൈ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മേളിലേക്ക് ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് എന്നല്ല, ഒരു 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കൊരു ക്ലിയർ ക്യാൻഡിലല്ല അവിടെ ബ്രേക്ക് ഔട്ടിന് നിൽക്കുന്നത്. ഇവൻ വിക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇൻഡിസിഷൻ ക്യാൻഡിൽസാണ് മേളിൽ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് മേളിലേക്ക് ഒരു എൻട്രി ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെയാണ് വൺ ഡേ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. വൺ ഡേ ടൈം ഫ്രെയിം വെച്ച് നോക്കിയാലും നമുക്ക് മേളിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മീൻസ് നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ഡൗൺ വന്നെയാണെങ്കിൽ ഏതായിരിക്കും ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്നുള്ളത് നമുക്ക് ഡിമാൻഡ് സോണും കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ലെവലും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ബിക്കോസ് ഒരു മിനിറ്റ്, ഈ ഒരു ലെവലിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇവിടെ 25,250 എന്ന ലെവൽ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു അപ്സൈഡ് പോകാനുള്ള ചാൻസ് ആയിരിക്കും ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. എന്തായാലും ആ ലെവലൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് ഓർത്ത് വെച്ചേക്കാം. എങ്ങനെയാണ് നമ്മൾ അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ഡിമാൻഡ് സോണിലെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കണം മേളിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലോ ഏതെങ്കിലും ബ്രേക്കൗട്ട് തന്നെയാണെങ്കിലും അതിലെന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വൺ ഡേ ടൈം ഫ്രെയിമിലും ആൻഡ് 4 hour ടൈം ഫ്രെയിമിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്ലിയർ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ അല്ലാത്തതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിം വെച്ച് നോക്കിയാലും ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ ആണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യും. ബിക്കോസ് അത് അത്ര എന്താണെന്ന് വെച്ചാൽ മേളിലാണ് ബുള്ളിഷ് എൻഗൾഫിങ് വന്നേക്കുന്നത്. ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് അല്ല അവിടുന്ന്, എന്നാലും ഒരു പുൾ ബാക്ക് അവിടെ നിന്ന് മേളിലേക്കാണ് തന്നിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒറ്റയടിക്ക് അവിടെ ലോങ്ങിലേക്ക് ഇപ്പോൾ പോകാണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നിന്നുള്ളൊരു പുൾ ബാക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് അവിടെ നിന്ന് നല്ലൊരു ലോങ് എൻട്രി ആയിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ അതാണ് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുക. എൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓയിൽ എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ
ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമുക്ക് ലാർജസ്റ്റ് അത് ബാങ്ക് നിഫ്റ്റി ആയിപ്പോയി. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പുട്ട് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക്. ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട്. ചെറിയ ഒരു കൺസോൾട്ടേഷൻ, ഈവൻ 25,500 അല്ലെങ്കിൽ ഈവൻ 25,400 ഇന്നെടുത്ത ഹൈ എൻ്റെയൊക്കെ അവിടെ വെച്ചിട്ട് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും 0.83 ആണ്. ഒരുപാട് ബുള്ളിഷ് PCRലേക്കൊന്നും വന്നിട്ടില്ല സ്റ്റിൽ. അപ്പോൾ ഈ ഒരു റേഞ്ച് തന്നെ നോക്കാം. ലാർജസ്റ്റ് കോൾ റിട്ടേൺ ചെയ്തേക്കുന്നത് 26,000 ആണ്. അതിൻ്റെ ഇൻസൈഡായിട്ടൊന്നും വലിയ കോൾ റിട്ടേൺ ഒന്നുമില്ല. സ്റ്റിൽ ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ഉണ്ട് മാർക്കറ്റിൽ. എന്നാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയൊരു പുട്ട് റൈറ്റിംഗ്, ഒരു നല്ലൊരു സപ്പോർട്ട് മാർക്കറ്റിൽ കയറി വരാത്തത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഒറ്റയടിക്ക് ലോങ്ങിലേക്ക് പോകണ്ട, നമ്മൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിമിൽ സൂപ്പറാണ്. കാരണം ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് പോസിറ്റിവിറ്റി തരുന്നതാണ്. ദെൻ ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിമൊക്കെ വെച്ച് നോക്കുമ്പോഴും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ല നമ്മൾ വൺസ് നമ്മൾ ഇതിൻ്റെ മേളിൽ എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളൊന്ന് പുൾ ബാക്ക് തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചിലപ്പോൾ SL ഹിറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ മേ ബി ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു പുൾ ബാക്ക് കിട്ടുമോ എന്നുള്ളതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് എന്നിട്ട് ഒരു നല്ല ലോങ് എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേളിൽ നമുക്ക് നല്ല ക്യാൻഡിൽ ഫോർമേഷൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ ആ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസിൽ 4 hour ടൈം ഫ്രെയിമും വീക്ക്ലി ടൈം ഫ്രെയിമിലൊക്കെ ബുള്ളിഷ് ആയതുകൊണ്ട് നമുക്ക് ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു എൻട്രി പോയിൻറ്റിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ദെൻ പിന്നെ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ ഒരു ഇത് നോക്കാം, മീൻസ് OI അനാലിസിസ് നോക്കാം. OI നോക്കാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റിക്ക് കുറച്ചും കൂടി പോസിറ്റീവ് OI കാണാൻ കഴിയുന്നുണ്ട്. PCR 1.05 ആണ്. ആൻഡ് 52,000 കോൾ റിട്ടേൺ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതിൻ്റെ മേളിലേക്ക് റെസിസ്റ്റൻസ് ഒന്നും അധികം ഇല്ല. 52,000 ആണ് നല്ല റെസിസ്റ്റൻസ്, ഹ്യൂജ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് പുട്ട് റേറ്റിംഗ് എല്ലാ സ്ഥലത്തും ഉണ്ട്, മീൻസ് 51,500 400 ഒക്കെ. ചിലപ്പോൾ 52,000 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് വരാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും നമുക്ക് ഡിപ്പ് കിട്ടുമെന്ന് നോക്കാം. ഡിപ്പിലാണ് കുറച്ചും കൂടി ബെറ്റർ എൻട്രി എന്ന് തോന്നുന്നുണ്ട്. മീൻസ് അറ്റ് ദ മണിയിലൊന്നും വലിയ പുട്ട് റൈറ്റിംഗ് വരാത്തതുകൊണ്ട് ഒരു സൈഡ് വേസ് മാർക്കറ്റ് വേണമെങ്കിലൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഡിപ്പിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ മീൻസ് ഇന്ന് വേറെ ട്രേഡ് കാര്യങ്ങളൊന്നും അതുകൊണ്ട് പുഷും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിനെ കാണാൻ കഴിയുക എന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഡേ ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് മേളിൽ നമുക്കിപ്പോൾ കംഫർട്ടല്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ നമ്മുടെ ഡിമാൻഡ് സോണൊക്കെ നോക്കിയിട്ട് നമുക്ക് നല്ലൊരു എൻട്രി ക്രിയേറ്റ് ചെയ്താൽ എന്തായാലും അത് അറിയിക്കാം. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ഒരു OI അനാലിസിസും പ്ലസ് പ്രൈസ് ആക്ഷൻ അനാലിസിസിലൊക്കെ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കിയേക്കാം. FIDA ഡാറ്റ നോക്കാൻ നേരത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ എന്താ കാണാൻ കഴിയുക, മീൻസ് ഇന്ന് FISൻ്റെ ഭാഗത്ത് നിന്ന് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലൊക്കെ കുറച്ചൊരു അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്, ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്. പക്ഷേ OI ഇൻഡെക്സ് ഓപ്ഷൻസൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നമുള്ള രീതിയൊന്നും കാണാൻ കഴിയുന്നില്ല. ഈവൻ OI ഫ്യൂച്ചേഴ്സ് അവർ ബൈ സൈഡ് നിർത്തിയിട്ടുണ്ട്. സോ അത് നമുക്ക് പോസിറ്റീവാണ്. ദെൻ പ്രോ വെച്ച് നോക്കുമ്പോൾ പ്രോയിൽ നോക്കാൻ നേരത്ത് കുറച്ചൊരു നെഗറ്റിവിറ്റിയാണ്. പക്ഷേ ലാർജ് അൺവൈൻഡിങ് കോളാണ്. അതുപോലെ ആൻഡ് ഫ്യൂച്ചേഴ്സിൽ അവർ അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ ലാർജ് പുട്ട് അൺവൈൻഡ് ചെയ്യുന്നു, അത് നമുക്ക് പോസിറ്റിവിറ്റിയാണ്. ആൻഡ് കുറച്ച് സെല്ലിംഗ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡിപ്പ് എടുക്കാനുള്ള ചാൻസാണ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ആൻഡ് ഹ്യൂജ് നെഗറ്റിവിറ്റിയൊന്നും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ കാണാൻ കഴിയുന്നില്ല. ക്യാഷ് മാർക്കറ്റ് നോക്കുമ്പോൾ രണ്ടും, അതായത് FISും DISും ബൈ സൈഡിലാണ്. അതും 2,000+ ക്രോറിൽ രണ്ടുപേരും ബൈ ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റിവിറ്റി സ്റ്റിൽ ഉണ്ട്. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ
മെയിൻ പോയിൻ്റ്, അതായത് ആ ഒരു ലെവലിൽ തന്നെ പോയി വാങ്ങാണ്ട് ഒരു ഡിപ്പിന് വേണ്ടി നോക്കാം എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ. എന്തായാലും നമുക്ക് ടെലിഗ്രാം ചാനലിൽ കൂടെയൊക്കെ അത് അറിയിക്കാം. ആൻഡ് അതോടൊപ്പം നമ്മുടെ ട്രേഡ് സെറ്റപ്പൊക്കെ ഡിസ്കൗണ്ടിലായിരിക്കും. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നമുക്കതും ഷെയർ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്കതൊക്കെ നെക്സ്റ്റ് ഡേ നോക്കാം. അപ്പോൾ ഇന്ന് ലൈവല്ല ചെയ്തേക്കുന്നത്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മൺഡേ എന്തായാലും ലൈവായിട്ടായിരിക്കും. അപ്പോൾ അതിലും ലൈവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ആൻഡ് നമുക്ക് നാളെ മൺഡേ മീറ്റ് ചെയ്യണവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ്. അതോടൊപ്പം എല്ലാവരും ഓണവും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. ഈവൻ നല്ലൊരു വീക്കെൻഡ് ആയി എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ബിക്കോസ് ഡിസ്കൗണ്ടിലൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൺഡേ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.